ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദൽ മുർസലീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ആഷൂറ നോമ്പിനെ സംബന്ധിച്ച് അഥവാ മുഹറം 10 നോമ്പിനെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മുഹറം 10 ദിവസം നോമ്പ് നോക്കുക എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ നോമ്പ് നോറ്റിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്ക കാലഘട്ടത്തിൽ ഈ നോമ്പ് നോറ്റിരുന്നു. അതുപോലെ മദീനത്ത് വന്നിട്ടും നോമ്പ് നോറ്റിരുന്നു. ആ സന്ദർഭത്തിലാണല്ലോ ജൂതന്മാരെ അവിടെ നിന്ന് കാണുന്നത്. അവരും ഈ ദിവസം നോമ്പ് നോക്കുന്നുണ്ട്. അവരോട് ചോദിക്കുകയുണ്ടായി, എന്തിനാണ് നിങ്ങൾ ഈ ദിവസം നോമ്പ് നോക്കുന്നത്? അപ്പോൾ അവർ പറയുകയുണ്ടായി, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഇത് ഒരു പുണ്യ ദിവസമാകുന്നു. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രാഈല മിൻ അദുവ്വിഹിം ഫസ്വാമഹു മൂസ. അതായത് ഈ ദിവസം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിനെ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച ദിവസമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ നന്ദി എന്നോണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫഅന അഹഖു ബിമൂസാ മിൻകും ഫസ്വാമഹു വഅമറ ബിസിയാമിഹി എന്നാണ്. അതായത് നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാമയോട് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ, അവകാശപ്പെട്ട ആളുകൾ, ഏറ്റവും സ്നേഹം കാണിക്കുന്നവർ ഞങ്ങളാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസം നോമ്പ് നോറ്റു എന്ന് മാത്രമല്ല, നോമ്പ് നോക്കാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു എന്ന പരിശുദ്ധ റമളാൻ അത് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഈ നോമ്പ് അഥവാ മുഹറം 10 നോമ്പ് അത് ഇഷ്ടമുള്ളവർ നോക്കുക, ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അഥവാ ജാഹിലിയ കാലഘട്ടം മുതൽ നോറ്റു വന്നിരുന്ന ഒരു നോമ്പാണ് മുഹറം 10 നോമ്പ്. ആ നോമ്പ് പ്രവാചകൻ മക്ക കാലഘട്ടത്തിലും മദീന കാലഘട്ടത്തിലും തൻ്റെ അവസാനം വരേക്കും നോറ്റു എന്നുള്ള രണ്ടാമത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമുക്കറിയാം റമളാൻ മാസം കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള മാസം എന്ന് പറയുന്നത് മുഹറം മാസമാണ്. അത് അള്ളാഹുവിൻ്റെ മാസമാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് ഈ മുഹറത്തെക്കുറിച്ച് പറയുന്നത്. അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. അതിലെ 10ാമത്തെ ദിവസം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസം നോമ്പ് നോക്കാൻ വലിയ പ്രാധാന്യം, ശ്രദ്ധ നൽകിയിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലെ 1867 നമ്പർ വചനത്തിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സിയാമ യൗമിൻ ഫളലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമ ആശൂറാ. അതായത് മുഹറം 10 ദിവസം നോമ്പ് നോക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളതാണ്, അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ദിവസം നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഒരു വർഷം, പൂർണ്ണമായൊരു വർഷം, അതിൽ ഉള്ള ചെറിയ തെറ്റുകൾക്ക് പരിഹാരമാണ്, പ്രായശ്ചിത്തമാണ് എന്നാണ് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളത്. വസിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബല. കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾക്ക് ഉള്ള പ്രായശ്ചിത്തമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വൻ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. അത് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അതാണ് 4ാമതായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, ബതഖദീറുഹു യഗ്ഫിറു ദുനൂബഹു കുല്ലഹാ ഇല്ലൽ കബായിർ. ഈ മുഹറം 10 നോമ്പിന്, ആശൂറ നോമ്പ് അനുഷ്ഠിക്കുന്ന വ്യക്തി ആ നോമ്പ് കാരണം നേടിയെടുക്കുന്നത് എന്താ? എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നാണ്. ഇല്ലൽ കബായിർ, വൻ പാപങ്ങൾ ഒഴികെ. അപ്പോൾ ഈ മുഹറം 10 നോമ്പ് കൊണ്ട് ചെറിയ പാപങ്ങളാണ് പൊറുക്കപ്പെടുക. അപ്പോൾ ഈ ദിവസം നോമ്പ് നോക്കാൻ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മക്കൾ, അവരെയൊക്കെ നമ്മൾ പ്രേരിപ്പിക്കുക, അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. അല്ലാഹു തആല ഈ നോമ്പ് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ അനുഷ്ഠിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.